നമസ്കാരം. നെട്രനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം കേന്ദ്ര സർക്കാരിന്റെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിലെ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 30 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഞാൻ പറഞ്ഞ പോലെ CSIR-ന് കീഴിലുള്ള വളരെ മികച്ച ഒരു ലബോറട്ടറിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, IICT എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെബ്സൈറ്റ് എന്നുള്ളത് https://www.iict.res.in എന്നുള്ളതാണ്. ഈ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അഡ്വർടൈസ്മെന്റ് നമ്പർ പറഞ്ഞത് 04/2025 ആണ്. അപ്പം റിസർച്ച് സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാനേജ്മെന്റിൽ ഒരു റിസർച്ചിൽ ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി വേക്കൻസികൾ ഡീറ്റെയിൽസ് നോക്കാം. പല കാറ്റഗറിയിലായിട്ടാണ്. ആകെ 7 വേക്കൻസികളുള്ളത്. 3 അൺറിസർവ്ഡ് ആണ്, 1 EWS, 1 OBC, 2 OBC. ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒരു വേക്കൻസി. അങ്ങനെ ആണ് വേക്കൻസികളുടെ എണ്ണം. 7 സ്ഥിരം വേക്കൻസികളാണ്. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 11 സ്കെയിലാണ് ശമ്പളം ലഭിക്കുക എന്ന് പറഞ്ഞാൽ 60,000 കൂടുതൽ അടിസ്ഥാന ശമ്പളം തന്നെ ലഭിക്കും. തുടക്ക ശമ്പളം തന്നെ 1,35,000 രൂപ അടുത്ത് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള 32 വയസ്സാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സയന്റിസ്റ്റിന്റെ ഒരു വേക്കൻസി ആണെങ്കിൽ PhD കെമിക്കൽ സയൻസിലോ കെമിസ്ട്രിയിലോ PhD ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിന്റെ സ്പെഷ്യലൈസേഷൻ ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. അതുപോലെ PhD കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർക്ക് ബന്ധപ്പെട്ട മേഖലയുള്ളവർക്ക് ഒരു പക്ഷേ മുൻഗണന ലഭിക്കും. അതൊരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണ്. കാര്യം കൂടി മനസ്സിലാക്കുക. PhD ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അടുത്ത രണ്ടാമത്തെ പോസ്റ്റിലേക്കും PhD കെമിക്കൽ സയൻസിലോ കെമിസ്ട്രിയിലോ ഫിസിക്കൽ സയൻസിലോ ഉള്ള ഒരു PhD സബ്മിറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതാണ് അടുത്ത പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെയുള്ള എക്സ്പീരിയൻസ്, പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഒരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ മുൻഗണന ലഭിക്കും. അടുത്ത പോസ്റ്റിലേക്ക് സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് PhD അതും കെമിക്കൽ സയൻസിലോ കെമിസ്ട്രിയിലോ ഉള്ള PhD അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തവരാണ്. അതിലേക്ക് വേണ്ട യോഗ്യത മറ്റേ സ്പെഷ്യലൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ്, ഒളിഗോ സാക്കറൈഡ്സിന്റെ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്, പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ബന്ധപ്പെട്ട മേഖലയുള്ളവർക്ക് ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയോ ബയോടെക്നോളജിയിലോ ബയോ എഞ്ചിനീയറിംഗിലോ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിലോ ബയോളജിക്കൽ സയൻസിലോ ഉള്ള PhD ആണ്. അതിലേക്ക് വേണ്ട അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. MTech ബയോടെക്നോളജി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. എൻവയോൺമെന്റ് സയൻസ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ അനറോബിക് ഡിസൈൻ, ഡൈജഷനിലെ ഓർഗാനിക് വേസ്റ്റിനെ കൊണ്ട് ബന്ധപ്പെട്ട് ജനറേഷൻ ഓഫ് ബയോ എനർജി, ബയോഗ്യാസ്, കാർബോക്സിലിക് ആസിഡ് അതൊക്കെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് അതുപോലെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള PhD ആണ്. അതേപോലെ അല്ലെങ്കിൽ ME MTech കെമിക്കൽ എഞ്ചിനീയറിംഗോ കെമിക്കൽ ടെക്നോളജിയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇവിടെയും അതുപോലെ മോഡലിംഗ്, സിമുലേഷൻ, കമ്പ്യൂട്ടർ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെ എക്സ്പീരിയൻസ് അതുപോലെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത കെമിക്കൽ സയൻസിലോ കെമിസ്ട്രിയിലോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയിലുള്ള PhD ആണ്. അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech കെമിക്കൽ എഞ്ചിനീയറിംഗോ കെമിക്കൽ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. വേവ് ഫംഗ്ഷൻ തിയറിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക്. അടുത്ത പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത കെമിക്കൽ സയൻസിലോ കെമിസ്ട്രിയിലോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയിലോ ഉള്ള PhD ആണ്. അതുപോലെ മെംബ്രെയിൻസ് അബ്സോർപ്ഷൻ ബേസ്ഡ് സെപ്പറേഷൻ പ്രോസസ്സുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ ME MTech കെമിക്കൽ എഞ്ചിനീയറിംഗോ കെമിക്കൽ ടെക്നോളജി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. മെംബ്രെയിൻസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് അടിസ്ഥാന ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാഷണൽ പെൻഷൻ സ്കീം അനുസരിച്ചുള്ള പെൻഷനിലായിരിക്കും ഉൾപ്പെടുത്തുക. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ AJ ക്വാളിഫിക്കേഷൻ ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള ഒക്ടോബർ 30 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 30 മുമ്പ് ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതുമായിട്ടുള്ള ആപ്ലിക്കേഷനിലെ ഇന്റർവ്യൂ കറസ്പോണ്ടൻസ് ഒന്നും എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് SC/ST-കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ 3 വർഷവും അതിലേക്ക് ഉയർന്ന പ്രായപരിധി ഇളവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കണം. മാർക്ക് ലിസ്റ്റിന്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെയും ഒക്കെ കോപ്പിയുടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതനുസരിച്ചായിരിക്കും ഒരു സ്ക്രീനിങ് നടത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം ഇന്റർവ്യൂ വഴിയായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് വേണമെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിച്ചെന്നിരിക്കും. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വിളിക്കണമെന്ന് ഉറപ്പില്ല, പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എപ്പോഴും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കാം. പിന്നെ റിസർച്ച് പബ്ലിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് PDF, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ മുൻഗണന ലഭിച്ചേക്കാം. ചിലപ്പം ആവശ്യം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ടെസ്റ്റ് വഴി, നോർമലി ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെ അപേക്ഷിക്കാം? ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള IACയുടെ വെബ്സൈറ്റ് https://www.iact.res.in/careers എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങളുടെ ഇമെയിൽ കൊടുത്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഇമെയിൽ ID കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ശേഷം അത് പൂർത്തിയാക്കിയതിന് ശേഷം വേണം ഓൺലൈൻ പോർട്ടലിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്, 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് നിങ്ങൾ ഡയറക്ടർ CSIR IACT എന്ന പേരിലെടുത്ത DD ആയിരിക്കണം. ആപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ SBI കണക്ട് വഴി നിങ്ങൾക്ക് അയക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് തന്നെ ഫീസ് എടുത്താൽ മതി. SBI കണക്ട് വഴി https://www.online.sba.sba/sba-collect/ എന്ന ലിങ്കിൽ പോയിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുക, തെലങ്കാനയിലെ സെലക്ട് ചെയ്യുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി സെലക്ട് ചെയ്യുക. അതിന് ആപ്ലിക്കേഷൻ ഫീ ഫോർ റിപ്പോർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ SBI നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. എന്നാൽ SC/ST-കാർക്കും ഡിസബിലിറ്റികൾക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് വേണ്ട എന്ന കാര്യം മനസ്സിലാക്കുക. ബാക്കിയുള്ളവർ മാത്രം ഫീസ് കൊടുത്താൽ മതിയാവും. അതുപോലെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഒരു സിഗ്നേച്ചർ വെള്ള പേപ്പറിൽ കറുത്ത സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രം അയച്ചാൽ മതിയാവും. സഫീഷ്യന്റ് ആയിട്ട് ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ. നിലവിൽ ഇപ്പോൾ ഇവിടെ എംപ്ലോയിഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈനായിട്ടുള്ള ഫീസ് അടച്ച് 500 രൂപ അടച്ചുള്ള റെസിപ്റ്റ്, ഫീസ് വേണ്ടവർക്ക്, പിന്നെ റീസെന്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ സ്കാൻ ചെയ്ത കോപ്പി, മാർക്ക് ലിസ്റ്റ്, 10ാം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുകൊണ്ട് റിസർവേഷൻ ആനുകൂല്യങ്ങൾ വേണ്ടവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോപ്പി, കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഓൺലൈനായിട്ട്. പബ്ലിക്കേഷൻ, റിസർച്ച് പബ്ലിക്കേഷൻ ഒക്കെ ഉള്ളവർ അതുമായിട്ടുള്ള കോപ്പിയൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരു അവസരം. പരമാവധി മുന്നെടുത്ത് 2025 ഒക്ടോബർ 30 വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മികച്ച ശമ്പളത്തോടുകൂടി ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കാൻ ഒരു അവസരമാണ്. ഈ അവസരം പരമാവധി മുന്നെടുത്ത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.